ഇന്നലെ ജാസ്മിൻ ജയിലിലേക്ക് പോയ ശേഷം നമുക്ക് ഗബ്രിയുമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് സിബിൻ പറയുന്നുണ്ടായിരുന്നു. അത് പൂജ പോയി സംസാരിക്കണം, ഞാൻ വന്നാൽ ശരിയാവില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. ആ ഒരു കാര്യം ഇന്നലെ പൂജ നടപ്പിലാക്കുകയുണ്ടായി. അതായത് ഗബ്രിയെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ആദ്യം കാഷ്വലായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വന്നിട്ട് പിന്നീട് ജാസ്മിനിലേക്ക് എത്തുകയായിരുന്നു കേട്ടോ. ജാസ്മിൻ്റെ ക്യാരക്ടർ മോശമാണ്, അത് ഗബ്രിയെ ബാധിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഗബ്രി പറഞ്ഞു, ശരിയാണ്, അവൾക്ക് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എനിക്കറിയാം. അവൾക്ക് ഹൈജീൻ ഇല്ല, ചിലപ്പോൾ അവളുടെ ചെരുപ്പിലെല്ലാം നടക്കുന്നത്, അവളിവിടെ അവളെ സ്വന്തം വീട് പോലെ കാണുന്നുണ്ടായിരിക്കും. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകുന്ന വൃത്തിയായിട്ടാവുന്നില്ല, അവിടെ ഇവിടെയൊക്കെ വേസ്റ്റൊക്കെ ഇരിക്കാറുണ്ട്, എനിക്കറിയാം, എനിക്ക് അവളെ കുറവുകളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ സ്നേഹിക്കുന്നത് എന്നൊക്കെ നമ്മുടെ ഗബ്രി പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പൂജ ശ്രമിക്കുന്നുണ്ട് നന്നായിട്ട്, പൂജ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇത് നിൻ്റെ ഗെയിമിന് ബാധിക്കും, പുറത്ത് നെഗറ്റീവ് ആവുന്നുണ്ട്, എന്തൊക്കെ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ട് ഗബ്രി മാറി ചിന്തിക്കുന്നില്ല. ഇത് ഗബ്രി ഇനി അവരെ മുന്നിട്ട് കാണിക്കാത്തതാണെന്ന് പറഞ്ഞില്ല. കാര്യം എന്തായാലും ഇവർ തമ്മിൽ ഒരു അകൽച്ച വന്നിട്ടുണ്ട്, അത് ഗെയിമിൻ്റെതായിട്ടുള്ള അകൽച്ച വന്നിട്ടുണ്ട്. മാനസികമായിട്ട് ആ ഒരു അകൽച്ച വന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഗെയിമിൽ നിന്ന് അവർ ഒത്തിരി മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഒറ്റയ്ക്കൊറ്റ ഗെയിം കളിച്ചാലോ എന്നുള്ള ആഗ്രഹം രണ്ടുപേർക്കും ഉണ്ട്. അപ്പം ആ രീതിയിൽ പോകുന്നുണ്ട്. പക്ഷേ അവരുടെ സ്നേഹം അവർക്ക് കുറഞ്ഞൊന്നും എനിക്ക് അറിയില്ല. പക്ഷേ ഗബ്രി പറയുന്നത്, എനിക്ക് ആ സ്നേഹം ഒന്നും കുറയത്തില്ല, എനിക്ക് അവളോട് ഭയങ്കര സ്നേഹം തന്നെയാണ്, എല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവളെ സ്നേഹിക്കുന്നത്. പക്ഷേ എന്നിട്ട് പൂജ വിടാതെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമായിരുന്നു കേട്ടോ. എങ്ങനെയെങ്കിലും ഇവരെ വരുതി കൊണ്ടുവരണമല്ലോ. പക്ഷേ അപ്പോഴത്തേക്ക് റെസ്റ്റിന് വന്നിട്ട് പറയണ്ട, അവിടെ അവൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു. നമ്മൾ ആ പ്രൊമോയിൽ കണ്ട ആ സംസാരം അവിടെ നടക്കുന്ന സമയമായിരുന്നു. അപ്പം പറഞ്ഞു, നീ ഒന്ന് ചെയ്ത് സംസാരിക്കുക, അവിടുത്തെ മിണ്ടായിരിക്കാൻ പറ എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും ഗബ്രി എണിച്ച് പോകുമ്പോൾ പൂജ പറയുന്നു, ഞാൻ ഈ പറഞ്ഞ കാര്യം എന്തായാലും ഇവിടെ വിട്ടേരെ, പിന്നെ ജാസ്മിനോട് ഇത് പറയാൻ നിൽക്കേണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി ഗബ്രി ജാസ്മിനോട് പറയുമെന്ന് അറിയത്തില്ല, എന്തായാലും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല പെട്ടെന്ന് ചെന്ന് ചോദിച്ചൊരു പ്രശ്നം ഉണ്ടാക്കുമെന്ന് തോന്നുന്നില്ല. കാരണം സിബിൻ്റെയും പൂജയുടെ ഒക്കെ സ്വഭാവം എന്താണെന്ന് ഇപ്പോൾ ജാസ്മിൻ മനസ്സിലായിട്ടുണ്ടാവും. ഇവരെ തമ്മിൽ പിരിക്കുക, ഇവരെ കട്ട നെഗറ്റീവ് ആക്കുക എന്ന് തന്നെയാണ് പൂജയുടെ സിബിൻ്റെയൊക്കെ ഉദ്ദേശം, ഇവരെ പുറത്താക്കുക എന്നുള്ളതും. അപ്പോൾ അതനുസരിച്ച് എന്തായാലും ഗെയിം മാറ്റാൻ അവർ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് അറിയില്ല, പലപ്പോഴും ജാസ്മിനെ കൈവിട്ട് പോകുന്നുണ്ട്, ഒരുപാട് വാക്കുകൾ അനാവശ്യമായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്താൽ അടിപൊളിയായിരിക്കും. നമുക്ക് നോക്കാം ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.